നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 489 489. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 489. സർഗം 228. ചന്ദ്രവംശവും വംശവും. പൂരൂരവസൻ്റെ വംശം, ഇങ്ങനെ രണ്ട്. അതിൽ നിന്നാണ് ഇനി പിന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരങ്ങൾ, യദുകുലത്തിനെ പറ്റിയിട്ടൊക്കെ പറയാം. അപ്പോൾ ഇവിടെ സംഗതി വശാൽ 43-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഉർവശി ഭ്രാന്തൻ അതുമായി ആരണ്യത്തിങ്കൽ മാഴ്കവേ നേർക്കണ്ടത് അവിടം വെച്ചു നിലയം പൂകി നിത്യവും. അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ അവർ മീറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നേരിൽ കാണാൻ തുടങ്ങി. പൂകി നിത്യവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം പറഞ്ഞത് എന്താ? അവളെ തന്നെയാം ധ്യാനം ത്രേതാരംഭാർത്തരാത്രിയിൽ തനിയെ തോന്നി വേദങ്ങൾ 3 കർമ്മ പ്രബോധനം. അപ്പോൾ ഈ പുരൂരവസന് അവളെ തന്നെയാം ധ്യാനം. എപ്പോഴും കണ്ണടച്ച അവളെ, ഈ ഉർവശീനെ മാത്രമേ അറിയുള്ളൂ. പിന്നെയോ ആ സമയത്ത് എന്തായി? ത്രേതായുഗം ആരംഭമായി. അപ്പോൾ പിന്നെ ആദ്യത്തേത് പിന്നെ എന്താ പറയുക, കൃതയുഗം എന്നാണ് പറയുക. കൃതയുഗം കഴിഞ്ഞിട്ട് ത്രേതാ ആരംഭം. രാത്രിയിൽ, അർദ്ധരാത്രിയിൽ തനിയെ തോന്നി വേദങ്ങൾ 3 കർമ്മപ്രബോധകം. ആ വാക്ക്, അവസാനത്തെ വാക്ക് കർമ്മപ്രബോധകം. എന്താ കർമ്മപ്രബോധകം എന്ന് പറഞ്ഞാൽ? കർമ്മങ്ങൾ ചെയ്തിട്ട് ഈശ്വരനെ ഉപാസിക്കുക, യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തിട്ട്. അപ്പം അവിടെ 3 പറഞ്ഞുള്ളൂ. ഋഗ്വേദം, യജുർവേദം, സാമവേദം. അധർമ്മവേദം ഇതിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അതുണ്ട്, ഇല്ലായല്ല. പക്ഷേ ഈ 3 കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ സ്ഥാലി വെച്ചുള്ളിടം ചെന്നു കണ്ടാൻ അങ്ങുണ്ടൊരാൽമരം. അപ്പോൾ ഈ സ്ഥാലി, ഈ അഗ്നി വെച്ച സ്ഥലം, സ്ഥാലി വെച്ചുള്ളിടം ചെന്നു കണ്ടാൻ അങ്ങുണ്ടൊരു ആൽമരം. അതുകൊണ്ടരണി ദ്വന്ദ്ം തീർപ്പാൻ തോന്നിയ ദൃശ്ചയാ. അരണിക്ക് ഇത് ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന് തോന്നി. എതിർച്ഛയാ. ആ വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടും. എതിർച്ഛയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതെന്നല്ല, ഉണ്ട്, പക്ഷെ നോട്ട് സീൻ ബൈ അസ്. ഒരു പ്രത്യേക കാരണങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്തത് കാണുന്നതിനെയാണ് എതിർച്ഛയ എന്ന് പറയാം. അപ്പോൾ ഉത്തരാരണി താൻ തന്നെ അധരാരണി ഉർവശി. ഉത്തരാരണി അതായത് ഒരു എന്താ പറയുക, ഒരു റോളറ്. ആ റോളറ് താഴെ ഒരു മരത്തിൻ്റെ കുഴിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ ആ ഉരുളിനെ പ്രസ് ചെയ്യാൻ പാകത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉപകരിക്കും. എന്നിട്ട് അത് 2 കൈ കൊണ്ടും അമർത്തുമ്പോൾ പ്രഷറായി. അപ്പോൾ വേറൊരാൾ അതിനെ 2 കയറിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും വലിക്കുകയാണ്, കയറ് ചുറ്റിട്ട് വലിക്കുകയാണ്. അപ്പോൾ അത് തിരിയുമ്പോൾ സംഘർഷണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? തീ ഉണ്ടാവുന്നത്. യജ്ഞാഗ്നി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഉത്തരാരണി താൻ തന്നെ, അതായത് പൂരൂരവസ്. അധരാരണി ഉർവശി, താഴെ ആരാ? ഉർവശി. അപ്പോൾ എന്താണ് സംയോഗം എന്ന് അർത്ഥം പറയുള്ളൂ. ആ സംയോഗത്തിൽ നിന്നുണ്ടാവുന്ന തീയെ. മദ്യം പുത്രനുമായി, മദ്യം കടഞ്ഞെടുത്ത് കിട്ടുന്നത് പുത്രനുമായി മന്ത്രപൂർവകം ധ്യാനമഗ്നായി. അപ്പോൾ അതിൻ്റെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ തനിക്ക്
ഉന്നതനായ ഒരു മകൻ ഉണ്ടാവാൻ വേണ്ടി പുരുരവസ് ഉർവശിയെ പ്രാപിച്ചു. ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെയോ നല്ല നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം. അപ്പം അതിൻ്റെ എന്നിട്ടോ കടഞ്ഞുള്ള അളവിൽ ജാതവേദസാമഗ്നിജാതനായി, ജാതവേദസ് ഉള്ള അഗ്നി സമുൽപ്പന്നമായി ത്രൈവിധം ശ്രുതിയാലാർന്നു മൂന്നു മാതിരി മിന്നുവോൻ. ത്രൈവിധ്യം, ഈ മൂന്ന് വേദങ്ങളുടെയും സന്തുലിതമായ അല്ലെങ്കിൽ സമ്പുഷ്ടമായ അർത്ഥതലങ്ങൾ അറിയുന്ന ആളായിട്ട് മാറി. ശ്രുതിലയാർന്ന്, അതായത് സാമവേദമൊക്കെ പറയുമ്പോൾ ശ്രുതിക്കനുസരിച്ചിട്ട് വേണം. മൂന്നു മാതിരി മിന്നുപോൻ, മൂന്ന് വേദങ്ങളും എങ്ങനെ മിന്നും അതേപോലെയായി മകൻ. ഉർവശി കാമൻ ആ മട്ട് അഗ്നിയിൽ യജ്ഞരൂപനായി യജിച്ചാൻ യജ്ഞരൂപനായി വിളങ്ങും ഭഗവാനെ താൻ യജിച്ചാൻ വിധിപൂർവകം. വളരെയധികം സൗകുമാര്യത്തോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി, ഇൻഡെപ്ത് ഫീലിങ്ങോട് കൂടിയിട്ട് ഈശ്വരനെ ഉപാസിച്ചു. സർവവാഗ്ബീജം ഓങ്കാരം, സർവവാഗ്ബീജം, എല്ലാ വാക്കുകളുടെയും ബീജം ആണെന്ത്? ഓങ്കാരം, പ്രണവം. സർവവാഗ്ബീജം ഓങ്കാരം വേദം. പണ്ട് അഗ്നിലൗകികം ദേവൻ നാരായണൻ വർണ്ണം ഹംസം ഈ മട്ടിൽ ഏകമാം. പിന്നെയോ അവസാനത്തെ ശ്ലോകം. പൂരൂരവസ് ഇങ്ങനെ കർമ്മകാണ്ഡ പ്രവർത്തകം വേദം ഉണർത്തി മണ്ണിൽ യജിച്ചു ഗന്ധർവപുരത്തിൽ അഗ്നിപിതൃത്വമാർന്നേറെ വിളങ്ങി വാണാൻ. വളരെയധികം ശ്രേഷ്ഠമായ രീതിയിൽ ജീവിത സന്ധാരണം ചെയ്തു. പുരൂരവസ് ഇങ്ങനെ കർമ്മകാണ്ഡ പ്രവർത്തകം, കർമ്മകാണ്ഡം, നിവൃത്തമാർഗമല്ല, കർമ്മകാണ്ഡ പ്രവർത്തകം വേദം ഉണർത്തി, അറിവ് ഭൂമിയിലുണ്ടാക്കി, മണ്ണിൽ യജിച്ചു ഗന്ധർവപുരത്തിൽ അഗ്നിപിതൃത്വമാർന്നേരെ വിളങ്ങി വാണാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ വിഭൂതികാണ്ഡേ അഷ്ടാവിംശാധികദ്വിശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 229 സർഗം. എന്താ? പരശുരാമചരിതം. ഇപ്പം കഥ മാറി. ഇനി പരശുരാമചരിതം. പൂരൂരവസിന് ആയുസ് മുമ്പാം 6 കിടാങ്ങളാം. 6 കുട്ടികൾ. ഒരാളുടെ മൂത്തവൻ്റെ പേര് ആയുസ് എന്നാ. പൂരൂരവസിന് ആയുസ് മുമ്പാം 6 ആൺകിടാങ്ങളാം, ആൺകുട്ടികളാണ്. പിറന്നുള്ളോരുർവശീലാദ്യം ചെറുതു ചൊല്ലിടാം. ആദ്യം 6 കുട്ടികളുണ്ടായി. അതിനെപ്പറ്റി കുറച്ച് പറയാം. ആയുസ് ആണ് ആദ്യം. ശ്രുതായുസ്സിന് വസുമാൻ ജയൻ്റെ തനയൻ വിഭു. അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള വന്നവരുടെ കാര്യം പറയാണ്. അതിൽ വേദാന്തമൊന്നുമില്ല, പക്ഷെ അറിയാം. ശ്രുതായുസ്സിന് വസുമാൻ ജയൻ്റെ തനയൻ വിഭു, രയൻ്റെ മകൻ ഏകാഖ്യൻ ഭീമൻ വിജയനന്ദനൻ. സത്യായുസ്സിൻ്റെ മകനാം ശ്രുതജയനുമങ്ങിനെ, സത്യായുസ്സിൻ്റെ മകനാം ശ്രുതജയനുമങ്ങിനെ. ഭീമാത്മജൻ കാഞ്ചനനാം ഹോത്രകാഘ്യനവൻ മകൻ. കാഞ്ചനനാം ഹോത്രം, ഹോതാവ് എന്നുള്ളതിൻ്റെ ആവും. ഹോത്രകാഖ്യൻ, ഹോത്രം എന്നാണ് പേര്. അവൻ മകൻ തൻ പുത്രൻ ഗംഗയൊട്ടാകെ കുടിച്ചുള്ളൊരു ജന്നുവാം. ജഹ്നവി എന്ന പേരുണ്ടായിരിക്കെ ഗംഗയ്ക്ക്. ജന്നു എന്ന മഹർഷി ഗംഗേനെ കുടിച്ചു വെറ്റിച്ചു. കാരണം എന്താ? ഈ സഗരന്മാർ 60,000 ആൾക്കാർ, രാജപുത്രന്മാർ വെന്ത് വെണ്ണീറായി. അവരെ പുനർജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ഗംഗേനെ ദേവലോകത്തുനിന്ന് കൊണ്ടുവരണം. അത് ഒരു മഹാത്മാവ് സാധിപ്പിച്ചു. അപ്പോൾ ആ തേര് ഓടുന്നതിൻ്റെ പിന്നാലെ ഗംഗ അങ്ങനെ ഓടിപ്പോവുകയാണ് സഗരന്മാരെ ജീവിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോക്ഷം കൊടുക്കാൻ. അപ്പോഴാണ് ജന്നുവിൻ്റെ ആശ്രമം വഴിയിൽ തട്ടിത്തെറിപ്പിച്ചു വെള്ളം.
അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം തോന്നി, കുടിച്ചു പറ്റിച്ചു. ഒടുക്കാൻ കാലം എല്ലാവരും കൂടിയിട്ട് മാപ്പ് സോറി ഇപ്പോൾ ഗംഗേനെ വിടണമെന്നായി. അപ്പോൾ അദ്ദേഹത്തിന് ചെവി കൂടെ വിട്ടു, വായു കൂടെ കൊടുത്തു. അപ്പോൾ ജന്നി വി എന്നുള്ള പേര് ഗംഗയ്ക്ക് കിട്ടി. അപ്പോൾ തന്മകൻ പുരു പിന്നീട് തൻപുത്രൻ ഗംഗയൊട്ടാകെ കൊടുച്ചുള്ളൊരു ജന്നുവാം തന്മകൻ പൂരു പിന്നീട് ബാലകൻ അജകൻ കുശാംബുവും തനയനും വസുവും കുശനാഭനും കുശന്റെ പുത്രരാം ഗാധി കുശാംഭൂസുതനാം നൃപാം പേർ കൊണ്ട ഗാധി ഒരാളുടെ പേരാട്ടോ. സത്യവതിയാം തൻ്റെ പുത്രിയെ ഋചീകൻ അർത്ഥിക്കേ വരൻ ഓർത്തോതി ഇങ്ങനെ തൻ്റെ മകൾക്ക് ചേർന്നതായില്ല വരൻ എന്ന് മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഒറ്റച്ചെവി കറുത്തുള്ള വെള്ളക്കുതിരയായിരം ശുൽക്കം തരേണം കുശികവംശ്യാരാം ഞങ്ങളെ ആഢ്യന്മാരാണ്. ഇത് പറയുമ്പോൾ ഇന്ന് ഭാഗവതത്തിൽ നിന്നൊരു വരി ഞാൻ ഫേസ്ബുക്കിൽ ടൈം ലൈനിൽ എഴുതിയിട്ടുണ്ട്. എന്താ? 3 തരം മതങ്ങൾ. മതം എന്ന് പറഞ്ഞാൽ എന്താ? മതാന എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം, അറിവില്ലായ്മ. 1 വിദ്യാമതം, ധനമതം, വംശമതം. ഇത് 3 ഉണ്ടാവാൻ പാടില്ല. എല്ലാവരിലും ഈശ്വരൻ സർവജീവ ഗുഹാശനായിട്ടുള്ളപ്പോൾ വിദ്യാമതം പാടില്ല, ധനമതം പാടില്ല, വംശമതം പാടില്ല. അതുകൊണ്ടാണ് ഒറ്റച്ചെവി കറുത്തുള്ള വെള്ള കുതിര 1000 ശുൽക്കം തരേണം കുശികവംശാരാം ഞങ്ങൾ ആഢ്യരാം എന്ന് ഒരു ലോഭമുണ്ടായി. ഋചീകൻ പോയി വരുണനോടശങ്ങളുമാതിരി വാങ്ങി വന്നേകിയവളെ വേട്ടാൽ പിറ്റേന്നു രാവിലെ. അപ്പോൾ തൻ്റെ മകൾക്ക് വരുന്ന വരൻ കേമനാവണം, അതുകൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് ഋചീകനോട്. എന്താ പറഞ്ഞത്? ഒരു ചെവി കറുത്തിട്ട് ബാക്കിയൊക്കെ വെളുത്തിട്ടുള്ള 1000 കുതിരകളെ തരണം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം നേരെ വരുണൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിനെന്താ, 1000 1001 എത്ര വെച്ചാൽ കൊണ്ടുപോയിക്കോളുന്നായി. അതുകൊണ്ടാണ് ഋചീകൻ പോയി വരുണനോടശങ്ങളുമാതിരി വാങ്ങി വന്നേകി അവളെ വേട്ടാൻ പിറ്റേന്നു രാവിലെ. പുത്രാർത്ഥിനികൾ പത്നിക്കും അമ്മയ്ക്കും നീ ജപിച്ചുടൻ. നല്ല കുട്ടികളുണ്ടാവാൻ പുത്രാർത്ഥിനികൾ അർത്ഥിച്ചുകൊണ്ട് അവരെ പത്നിക്കും അമ്മയ്ക്കും നെയ് ജപിച്ചുടൻ സേവിപ്പാൻ തൊട്ടു കാണിച്ചു കുളിപ്പതിന്നു പോകവേ. ഇത് മകൾക്കുള്ളത്, ഇത് അച്ഛനുള്ളത് എന്നൊക്കെ, അമ്മയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അധികം നല്ലതാം പത്നിക്കെന്നോർത്തതിന്നു കെഞ്ചവേ കൊടുത്താൾ മകളോ പാപം സേവിച്ചാൽ മറ്റത് ക്ഷണം. രാജപത്നിക്ക് കൊടുത്തതാണോ നല്ലത് എന്ന് വിചാരിച്ച മകൾ പറഞ്ഞു, അമ്മ അതിക്ക് തിരുവോദിച്ചു. തരാലോ. അവരത് സ്വയം മാറ്റി. അത് ചെയ്യാൻ പാടില്ലാത്തതാ. കാരണം ഫലത്തിൽ വ്യത്യാസം വരും. അതാണ് കരഞ്ഞു. അപ്പോൾ പറഞ്ഞു, അറിഞ്ഞോതീ മുനി അധികം നല്ലതാം പത്നിക്കെന്നോർത്തതിന്നു കെഞ്ചവേ കൊടുത്താൽ മകളോ പാപം സേവിച്ചാൽ മറ്റത് ക്ഷണം. അതറിഞ്ഞോതീ മുനി. ദേഷ്യം വന്നു. നീ ഘൃതം മാറുകയാൽ മകൻ ഘോരനാം ഒരു യോദ്ധാവാം അനുജൻ മുനിവര്യനും. അതായത് ആർക്കാണ് ഘോരനായിട്ടുള്ളൊരു മകൻ വരേണ്ടത്? അയാൾക്ക് ഒരു മുനിയുടെ സ്വഭാവമായിട്ടൊരാളാവും. ആർക്കാണ് മുനി ഗുണമായിട്ട് വരേണ്ടത്? അയാൾ ഘോര യോദ്ധാവായിട്ട് മാറും. കരഞ്ഞു പത്നി വല്ലാതായി തീരവെ ചൊല്ലിനാൻ മുനി. ഭർത്താവ് പറഞ്ഞു, എന്നാൽ നിൻ പൗത്രൻ ആ മട്ടാം മകനെ ശാന്തനാക്കിയിടാം. എന്നൊരു കാര്യം ചെയ്യാം, നനക്ക് ഉണ്ടാവുന്നത് പൗത്രനാവട്ടെ, മകളുടെ മകനായിക്കോട്ടെ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കേമന്മാർ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. കൗശികി നദിയായി തീർന്നു വിശ്വപാവിനിയായവൾ. ആര്? ഭാര്യ
കൗശികി നദിയായി തീർന്നു വിശ്വപാവനിയായവൾ രേണുവിൻ മകളാം രേണുകാക്കയെ ശാന്തനാം മുനി രേണുകാക്കയെ ശാന്തനാം മുനി വേട്ടാൻ വേട്ടാൻ ആ ജമദഗ്നിക്ക് കൂട്ടി വായിച്ചപ്പോൾ തെറ്റുപറ്റി. ആ ജമദഗ്നിക്ക് വസുമാൻ തൊട്ടു പുത്രരാം നാലാമൻ പേരു കേട്ടോനാം രാമൻ ഭഗവതം ശമാം. ബലരാമനല്ല, പരശുരാമൻ. കാർത്തിവീര്യാദരെ കൊന്നോൻ 21 വട്ടമാം നക്ഷത്രമായി തീർത്തത് ഈ മണ്ണെങ്ങും മര്യാദ നീങ്ങവേ. ഭൂമി പാലകന്മാരായിരിക്കുന്ന ക്ഷത്രിയന്മാര് ദുർമാർഗത്തിൽ നടക്കുക കാരണം പരശുരാമൻ തൻ്റെ പരശു കൊണ്ട് 3 × 7 21 വട്ടം ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയന്മാരെ ഇല്ലായ്മ ചെയ്തു. അപ്പോൾ ദുഷ്ടഭൂപരെയൊക്കെയും നശിപ്പിച്ച് രക്ഷിച്ചൊരു അപ്രമേയ പ്രഭാവനാം അതിന് മുമ്പ് ഞാൻ ഒന്ന് വിട്ടു. കാർത്തിവീര്യാദരെ കൊന്നു 21 വട്ടമാം നിക്ഷേത്രമായി തീർത്തത് ഈ മണ്ണെങ്ങും മര്യാദ നീങ്ങവേ. അതുകൊണ്ട് മര്യാദ നീങ്ങാതേണ്ടിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം. അതിനാണ് 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിക്കണം എന്ന് പറയാൻ കാരണം. രജസ്തമസ്സുകൾ നിറഞ്ഞ് അധർമ്മം വിളയാടവേ. ശ്രദ്ധിക്കണം, ധർമ്മം എന്ന് വായിക്കരുത്, അധർമ്മം. രജസ്തമസ്സുകൾ നിറഞ്ഞ രജോ ഗുണവും തമോ ഗുണവും കൂടിയാൽ അധർമ്മം കൂടും. സാത്വിക ഗുണം കൂടിയാൽ ധർമ്മം കൂടും, അധർമ്മം കമ്മിയാവും. അപ്പോൾ രജസ്തമസ്സുകൾ നിറഞ്ഞ അധർമ്മം വിളയാടവേ നല്ലോർമാഴ്കി ഇടും അക്കാലം ദുഷ്ടഭൂപരെയൊക്കവേ നശിപ്പിച്ചു ഊഴി രക്ഷിച്ചൊരപ്രമേയ പ്രഭാവനാം. അപ്രമേയ പ്രഭാവൻ, പ്രമേയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവെന്നൊക്കെ അർത്ഥം പറയണം. അപ്പോൾ ആവിധം വംശം ഒട്ടാകെ മുടിപ്പാൻ നൃപരത്രയും ചെയ്തതാം കുറ്റം എന്തെന്ന് ചോദിക്കേ ചൊല്ലിനാൻ മുനി. നല്ല ഒരു ക്വസ്റ്റ്യൻ, അതിന് ആൻസർ കൊടുത്തു. എന്താ? കാർത്തിവീര്യാർജുനൻ ക്ഷത്രിയാധിപൻ പരിചര്യയാൽ സന്തോഷിപ്പിച്ചു വിഷ്ണുംശദത്താത്രേയ മഹർഷിയെ. വിഷ്ണുവിൻ്റെ അംശഭൂതനായിരിക്കുന്ന ദത്താത്രേയ മഹർഷിയെ സന്തോഷിപ്പിച്ചു. 1000 കൈകൾ ഓജസ്സും തേജസ്സും ബാഹുവീര്യവും മണിമാദികളും ശ്രീയും നേടി യോഗേശ്വരത്വവും ഈ കാർത്തിവീര്യാർജുനന്. അപ്പോൾ 1000 കൈകൾ ഓജസ്, തേജസ്, ബാഹ്യവീര്യങ്ങൾ, ബാഹുവീര്യങ്ങൾ, അണിമാദികൾ, അതായത് വേണ്ട സമയത്ത് ചെറുതാവുക, വേണ്ട സമയത്ത് വലുതാവുക, അണിമാദികൾ, ശ്രീയും ഐശ്വര്യം, അതേപോലെ തന്നെ നേടി യോഗേശ്വരത്വവും. ഭക്തിയുടെ ഒരു മാനദണ്ഡമാണ് യോഗേശ്വരത്വവും. വായുവെ പോലെ വിശ്വത്തിൽ ഇഷ്ടം പോലെ ഏതിടത്തിലും വൈജയന്തി മാലയുമാർന്ന് എത്രയും വിലസിയിടവേ. എവിടൊക്കെ വേണോ അവിടൊക്കെ വായുവേഗത്തിലെത്തും വൈജയന്തി മാലയും ധരിച്ച്. പെൺതയ്യൽമാരത്തൊരു നാൾ നേരം പോക്കിന്നു കൈകളാൽ പ്രവഹിച്ചു വരും രേവാനദി വെള്ളം തടുക്കവേ. തൻ്റെ കളിക്കൂട്ടുകാരായിരിക്കുന്ന സ്ത്രീജനങ്ങളുമായിട്ട് നീരാടി രസിക്കുന്ന സമയത്ത് രേവാനദിയിലെ വെള്ളം തടുത്തു. താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിനെ 1000 കൈകളെ കൊണ്ട് തടുത്ത് നിർത്തി മേൽപോട്ട് പായിപ്പിച്ചു. ഡാമായിട്ട് വർക്ക് ചെയ്തു എന്നർത്ഥം. ആറ്റുവക്കിലെഴും തൻ്റെ താവളം മുങ്ങി എത്രയും കോപിച്ചെടുത്തു വീരാഭിമാനിയാം ദശകണ്ഠനെ. അപ്പോൾ ഈ നദിയുടെ കുറച്ച് മേൽഭാഗത്ത് രാവണൻ തമ്പടിച്ചിരിക്കുന്നുണ്ട്, പൂജ ചെയ്തിട്ട്, ശിവപൂജയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ കാർത്തിവീര്യാർജുനൻ 1000 കൈകളെ കൊണ്ട് അണകെട്ടി വെള്ളം മേലെ ആക്കിയപ്പോൾ രാവണന് ദേഷ്യം വന്നു. രാവണൻ്റെ പൂജാ സാമഗ്രികളൊക്കെ വെള്ളത്തിൽ താണു. അതാണ് ഇവിടെ പറഞ്ഞത്.
പെൺതയ്യൽമാരത്തൊരു നാൾ നേരം പോക്കിന്നു കൈകളാൽ പ്രവഹിച്ചു വരും രേവാനദി വെള്ളം തടുക്കവേ ആറ്റുവക്കിലെഴും തൻ്റെ താവളം മുങ്ങിയത്രയും കോപിച്ചെടുത്തു വീരാഭിമാനിയാം ദശകണ്ഠനെ. എൻ്റെ ടെൻ്റ് അടിച്ച സ്ഥാപകം എങ്ങനെ ഇപ്പോൾ വെള്ളത്തിൽ വീണത് എന്ന് രാവണനൊരു ഉത്കണ്ഠ. അതാണ് കോപിച്ചെടുത്തു വീരാഭിമാനിയാം ദശകണ്ഠനെ പിടിച്ചു രാജധാനിക്കു മുറ്റത്തെത്തിച്ചു മെല്ലവേ തൂണിൽ കുരങ്ങിനെ പോലെ കെട്ടിയിട്ടാൻ മഹാഭുജൻ. തൻ്റെ മുൻതലമാർക്കാരെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? പിടിച്ചു രാജധാനിക്കു മുറ്റത്തെത്തിച്ചു മെല്ലവേ തൂണിൽ കുരങ്ങിനെ പോലെ കെട്ടിയിട്ടാൻ മഹാഭുജൻ. സ്ത്രീകൾ വന്നു ചിരിച്ചോതി വിടാൻ അങ്ങിനെ വിട്ടതാം. അതായത് സ്ത്രീകൾ വന്നു ചിരിച്ചോതി വിടാൻ, അയാൾ വിട്ടേക്കൂ, അതുകൊണ്ട് അങ്ങിനെ വിട്ടതാം. അതുകൊണ്ടാണ് വിട്ടത്, അല്ലെങ്കിൽ വിടില്ല എന്നർത്ഥം. ഒരു നാൾ ആ മഹാൻ കാട്ടിൽ വേട്ടയാടി നടക്കവേ ദേവേശയാലെത്തി ജമദഗ്നിതൻ ആശ്രമസ്ഥലം. കഥ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് പോണത്. ഒരു നാൾ ആ മഹാൻ കാട്ടിൽ വേട്ടയാടി നടക്കവേ ദൈവേശയാലെത്തി ജമദഗ്നിതൻ ആശ്രമസ്ഥലം. എല്ലാം ദൈവഹിതമാണ്. ഈശ്വരൻ എന്ത് വിചാരിക്കണോ അത് ഈ ഭൂമണ്ഡലത്തിൽ നടക്കൂ. ആ മട്ട് ആശ്ചര്യമാദിത്യം വേദമല്ല നൃപവാലനിൽ ചെയ്തതാ മുനിവര്യൻ്റെ പയ്യിൽ കൊതി വളർത്തലാം. പയ്യിൽ കൊതി, പശുക്കളിൽ കൊതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ രാജാക്കന്മാരുടെ എന്താ പറയുക, എത്ര ധനമുണ്ട് എന്നുള്ളത് എത്ര പശു ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് പറയാം. ലക്ഷക്കണക്കിന് പശുക്കളുള്ളവർ മഹാരാജാക്കന്മാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ മട്ട് ആശ്ചര്യമാദിത്യം മോദമല്ല നൃവാലനിൽ ചെയ്തതാ മുനിവര്യൻ്റെ പയ്യിൽ കൊതി വളർത്തലാം. ഒരു ഭാഗം വിട്ടു ഞാൻ. സ്ത്രീകൾ വന്നു ചിരിച്ചോതി വിടാൻ അങ്ങിനെ വിട്ടതാം. 25. അതെ, ഒരു നാൾ ആ മഹാൻ കാട്ടിൽ വേട്ടയാടി നടക്കവേ ദേവേശയാലെത്തി ജന്മദഗ്നിമാശ്രമസ്ഥലം. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഋഷീശ്വരന്മാരെ കണ്ടുമുട്ടുക. സൈന്യം ആദിത്യയോടൊപ്പം സൈന്യം അമാത്യാദിയോടൊപ്പം രാജാവിനേകും മാമുനി കാമധേനു പ്രഭാവത്താൽ ആദിത്യം വേണ്ട മാതിരി വേണ്ട പോലെ ആദിത്യം സ്വീകരിക്കാം. തൻ്റെ ആർക്കെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കൊടുക്കുക. അതാണ് പറഞ്ഞത്. ആ മട്ട് ആശ്ചര്യം ആദിത്യം മോദമല്ല നൃപാലനിൽ ചെയ്തതാ മുനിവര്യൻ്റെ പയ്യിൽ കൊതി വളർത്തലാം. സാഹചര്യങ്ങൾ ഈ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരെ എന്താ പറയുക, പണങ്ങിപ്പിച്ചു. എന്നിട്ട് പറയണു, കോപിച്ചു വില്ലും മുമ്പും പെൺമഴുവും ചട്ടയും ക്ഷണം എടുത്ത് ആനയ്ക്കു പിന്നാലെ മൃഗേന്ദ്രൻ പോലെയോടിനാൻ. മൃഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആനയെ, വലിയൊരു കൊമ്പനാനയെ കണ്ടിട്ട് സിംഹം ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ അയിണയാമ്പരവും മിന്നൽ ചെഞ്ചിടക്കെട്ടുമാർന്നവൻ ധനുർബാണങ്ങളും കൂറ്റൻ മഴുവും കയ്യിലേന്തിയോൻ. വലിയൊരു മഴു, എടുത്താ പൊന്താത്ത അത്ര ഒരു മഴു ഉണ്ട്. അത് തോളത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തേജോരജസ്സുമേറിയിടും ഒരാളോടിരുവന്നതായി കണ്ടുടൻ 17 അക്ഷൗഹിണി സൈന്യമെ എതിർക്കുവാൻ. തനിക്ക് എതിരായിട്ട് ഒരു വമ്പൻ പട വരികയാണ് യുദ്ധത്തിന്. അയച്ചാൻ അർജുനൻ ഒരേ മുഹൂർത്തം കൊണ്ടതൊക്കെയും രാമൻ തകർത്ത മറ്റായിക്കൊണ്ട് നിന്നെ എതിർത്ത അതിഭീകരർ. നിന്നെ എതിരേറ്റിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് തെറ്റ് പറ്റിയെന്നാണ് തോന്നണത്.
എന്താ തെറ്റുപറ്റാൻ കാരണം? തേജസ്സോജസ്സുമേറിയിടും ഒരാളോടി വരുന്നതായി കണ്ടുടൻ. തേജസ് മുറ്റി നിൽക്കുന്ന ഒരാൾ വരുന്നതാണ് കണ്ടത്. അപ്പോൾ ഒരു മുഹൂർത്തം കൊണ്ടതൊക്കെയും രാമൻ തൻ കർത്താവ് ഒറ്റായി കർത്താനൊറ്റയ്ക്ക് നിന്നെ എതിർത്ത അഭീകരൻ. ആ ഭീകരൻ ആരാണെന്നാണ് ഇനി പറയാം. എന്താണ് പറയണു? മഴുവും കൊണ്ടു രാമൻ അവിടെ ഒരു വാക്കിൻ്റെ പോരായ്മയാണ്. എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പം മഴുവം കൊണ്ടു രാമൻ തന്നിടം കാൽ തുട കയ്യെ ഉടൽ ക്ഷണിച്ചു വീഴുന്ന സുതന്മാർ വാഹനങ്ങളും ആവിധം മഴുവാലെങ്ങും സൈന്യം ചോരയിലാണ്ടതായി കണ്ട് അതിക്രുദ്ധനാം വീരൻ 500 കൈകളാൽ വില്ലും പിടിച്ചു. 500 കൈ കൊണ്ട് ശരം തൊടുത്തു എന്നാണ് പറഞ്ഞത്. 500 വില്ലും 500 കയ്യിൽ 500 ബാണവും പ്രയോഗിച്ചാനണഞ്ഞൊപ്പം ഭൃഗുരാമൻ മഹാഭുജൻ. അതായത് ഈ എന്താന്നാ പറയാ, മഴു എടുത്തിട്ടുള്ള പരശുരാമൻ്റെ മാതിരി ആണ് കാർത്തികവീര്യാർജുനൻ യുദ്ധത്തിന് സന്നദ്ധനായത്. എന്നിട്ട് പറയണോ, ഒരേ വില്ലും ബാണവും കണ്ടതെല്ലാം തരിയാക്കിനാൻ ഊടൻ കൂറ്റൻ കുന്നുകളും വസിച്ചു പല വൃക്ഷങ്ങളും. അതായത് തൻ്റെ കയ്യിലുള്ള എന്താ പറയുക, ആയുധങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരേ വില്ലും ബാണവും കൊണ്ടണഞ്ഞതെല്ലാം തരിയാക്കിനാൻ ഉടൻ കൂറ്റൻ കുന്നുകളും വമ്പിച്ച പല വൃക്ഷവും പുഴക്കിയാർത്തടുത്തിടെ മുറിച്ചാൻ കൈകളൊക്കെയും മഴുത്തലപ്പാൽ നേരിട്ട പാമ്പിൻ പത്തികൾ പോലവേ. പാമ്പിൻ്റെ പത്തികൾ എങ്ങനെ ഉടഞ്ഞ് നാശാവുക, അതേപോലെ ഈ കാർത്തികവീര്യാർജുനൻ്റെ കൈകളില്ലാതെ ഉണ്ടാവുകയാണ് യുദ്ധത്തിൽ. നിർത്തുകയാണ്, ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ശ്ലോകം കൂടി നോക്കാം. അതോടൊപ്പം കാർത്തികവീര്യശിരസ്സും കൊയ്തു ഭാർഗവൻ. അതോടുകൂടി കാർത്തികവീര്യാർജുനൻ്റെ തല കൊയ്തു. അതോടൊപ്പം കാർത്തികവീര്യശിരസ്സും കൊയ്തു ഭാർഗവൻ. പേടിച്ചോടിയിടിനാർ മക്കൾ 10,000 ക്ഷണം. ആ 10,000 എന്താണെന്നാ പറയുക, ആൾക്കാർ അവരും സ്ഥലം വിട്ടു തന്നെയാണ് പറഞ്ഞത്. നൽകിനാൻ തൊഴുതു കൈയോടും തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അതോടൊപ്പം കാർത്തികവീര്യശിരസ്സും കൊയ്തു ഭാർഗവൻ. പേടിച്ചോടിനാർ മക്കൾ 16 പേരും 10,000 ക്ഷണം. പിന്നെ പറഞ്ഞു, ഇതൊരു 4-5 ശ്ലോകമുള്ളൂ, അതോടെ കഴിക്കാം. ആ സർഗട് കഴിയും. കന്നിനൊപ്പം കാമധേനുവിനെ തൻ പാർണശാലയിൽ കൊണ്ടുവന്നു പിതാവിനു നൽകിനാൻ തൊഴുകയ്യൊടും. എന്താ ഉണ്ടായത്? കന്നിനൊപ്പം കാമധേനു, പശുക്കളോടൊപ്പം കാമധേനു ഉണ്ടായിരുന്നു. അതിനെയും കൊണ്ട് പർണശാലെത്തി തൻ്റെ പിതാവിന് കാഴ്ചവെച്ചു. നൽകിനാൻ തൊഴുകയ്യോടും ജ്യേഷ്ഠന്മാരോട് അച്ഛനോടും ചൊല്ലി വൃത്താന്തമൊക്കെയും. എങ്ങനെയാണ് കാർത്തികവീര്യാർജുനെ വധിക്കേണ്ടി വന്നത് എന്നൊക്കെ കഥകളൊക്കെ പറഞ്ഞു. ജ്യേഷ്ഠന്മാരോടും അച്ഛനോടും ചൊല്ലി വൃത്താന്തമൊക്കെയും യുദ്ധകാര്യം അറിഞ്ഞോതി ജമദഗ്നി മഹാമുനി. എല്ലാം അറിയാം, അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അവർക്ക്. അതുകൊണ്ട് രാമ, നീ ഈ കടുങ്കയ്യ ചെയ്തു പോയതു പാപമായി, കൊന്നല്ലോ സർവദേവസ്വരൂപനാം അവനീന്ദ്രനെ. സർവദേവസ്വരൂപനാം അവനീന്ദ്രനെ, ഭൂമിയിലുള്ള രാജാവ്, എല്ലാ ദേവന്മാരുടെയും
പ്രതിച്ഛായുള്ള ആളാണ്, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരുടെയും ഗുണഗണങ്ങൾ ഉള്ള ആൾക്കാരാണ്. അവരേനെ ഞാൻ അറിയാണ്ട് വധിച്ചുല്ലോ, പാപമായോ എന്നൊരു തോന്നലാണ്. ക്ഷമയാം വിപ്രൻ നമ്മൾക്ക് ഈ വിധം പൂജ്യത്വ കാരണം, നമ്മൾക്ക് പൂജ ചെയ്യാനുള്ള തൻ്റെ ഇടം ഉള്ളത് കാരണം കുറച്ച് വഴിയാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ക്ഷമയാം വിപ്രനർമ്മക്ക് ഈ വിധം പൂജത്വ കാരണം, ക്ഷമ കൊണ്ട ബ്രഹ്മദേവൻ പോലും ഈ മേന്മയാർന്നതും. ബ്രഹ്മദേവന് പല പല പരീക്ഷണങ്ങളുണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ വിജയിച്ചിട്ടാണ് എന്തുണ്ടായത്, ബ്രഹ്മദേവൻ എന്നുള്ള പേരുണ്ടാക്കിയത്, നിലനിർത്തിയത്. ബ്രഹ്മതേജസ്സിനെ സൂര്യൻ പോൽ മിന്നിപ്പതാം ക്ഷമാം. ബ്രഹ്മതേജസ്സിനെ സൂര്യനെ പോലെ മിന്നിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ രീതിയിൽ വയ്ക്കുക. ആകയാൽ ഇതൊരു ഇതൊരു വിപ്രവധത്തെക്കാളുയർന്നകൊതു കൊടുത്താകിയ പാപം ഭക്തി പൂർവേണി പാവന തീർത്ഥ സ്നാനത്താൻ സ്നാനമാർന്നുടൻ അകറ്റിടണം നീ. അതായത് ഇവിടെ നിൽക്കാൻ പാടില്ല, അകറ്റിടണം. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശിനേ വിഭൂതേ കാണ്ഡേ ഏകോനത്രിംശതിശതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ഈ അധ്യായം ഇപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചു. ഏത് $489 എന്നുള്ളത്. ഇനി നമുക്ക് തുടങ്ങേണ്ടത് 490. ക്ഷത്രിയ സംഹാരം എന്നാണ് സർഗത്തിൻ്റെ പേര്. അത് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് സ്ലീപ്പി ആയി തോന്നുന്നു, സാരമില്ല. നമസ്കാരം.